രാമായണത്തിലെ ഏറ്റവും ഉദാത്തമായ സ്ത്രീ കഥാപാത്രങ്ങളിൽ ഒരാളുടെ പേര് എന്റെ ഓർമ്മയിലേക്ക് വരുന്നത് സുമിത്രയുടെ പേരാണ്. കൈകേയിയും കൗസല്യയും ഒക്കെ രാജഭരണത്തിൽ പങ്കാളികളാവുകയും തങ്ങളുടെ മക്കൾ രാജാവാകുന്നതിന് വേണ്ടി അല്ലെങ്കിൽ രാജാവാകുമെന്നുള്ള പ്രതീക്ഷയിൽ ജീവിക്കുകയും ഒക്കെ ചെയ്തവരാണ്. ദശരഥന്റെ മൂന്നാമത്തെ പത്നിയാണ്, രാജ്ഞിയാണ് സുമിത്ര. രണ്ട് ആൺമക്കൾ ഉണ്ടായിട്ടും ഒരിക്കൽ പോലും തന്റെ ഏതെങ്കിലും മകൻ രാജാവാകണം എന്ന് ആഗ്രഹിച്ച കഥാപാത്രമല്ല സുമിത്ര. സുമിത്രയുടെ മൂത്ത മകനായ ലക്ഷ്മണൻ രാമന്റെ പ്രിയപ്പെട്ട തോഴനായി മാറുകയും രണ്ടാമത്തെ മകനായ ശത്രുഘ്നൻ ഭരതന്റെ നിഴലും കരുത്തുമായി കൂടെ കൂടുകയും ഒക്കെ ചെയ്തത് സുമിത്രയുടെ ഉപദേശവും സാംസ്കാരികമായിട്ടുള്ള ഉദ്ബോധനവും കൊണ്ട് തന്നെയായിരിക്കും. രാമൻ വനത്തിലേക്ക് പോകുമ്പോൾ തന്റെ മൂത്തപുത്രനായ ലക്ഷ്മണൻ ഒപ്പം പോകുന്നു എന്ന് പറഞ്ഞപ്പോ സുമിത്ര ഒരിക്കലും തടയുകയോ എതിരി നിൽക്കുകയോ ചെയ്തില്ല. രാമനെ പിതാവായും സീതയെ മാതാവായും കണ്ട് അവരുടെ ജീവനും ശരീരത്തിനും രക്ഷ കൊടുത്ത് നീ അവർക്ക് സംരക്ഷണ കവചമായി നിൽക്കണം എന്നാണ് സുമിത്ര ലക്ഷ്മണനോട് പറഞ്ഞത്. ലക്ഷ്മണന്റെ ഭാര്യ ഊർമിള അന്തപുരത്തിൽ ഏകയായി പോകുമ്പോഴും സ്വന്തം പുത്രൻ രാമനൊപ്പം പോകാൻ രാമന്റെയും സീതയുടെയും രക്ഷ ചെയ്യാൻ ആഗ്രഹിച്ചപ്പോ സുമിത്ര പുത്രന്റെ ഭാഗത്ത് നിൽക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ശത്രുഘ്നൻ ഭരതന്റെ നിഴലായി നിന്ന് ഭരതൻ ചേട്ടനായ രാമന്റെ പാതകങ്ങൾ സിംഹാസനത്തിൽ വെച്ച് രാജ്യഭരണം നടത്തുമ്പോൾ രാജ്യത്തിന് നേരെയുണ്ടായ ആക്രമണങ്ങൾ ചെറുക്കുവാനും രാജ്യത്തിന്റെ ശത്രുക്കളെ തടഞ്ഞു നിർത്തുവാനും എപ്പോഴും ജാഗരൂകനായിരുന്നത് ശത്രുഘ്നനായിരുന്നു. രണ്ടു മക്കളെയും വളരെ മികച്ച മനുഷ്യരാക്കി വളർത്തുകയും തന്റെ മൂത്ത ജ്യേഷ്ഠത്തിമാരുടെ രണ്ട് മക്കളുടെയും തുണകളാക്കി മാറ്റുകയും ചെയ്യുകയാണ് സുമിത്ര ചെയ്തത്. ശരിക്കു പറഞ്ഞാൽ രാമായണത്തിൽ ഏറ്റവും ഉദാത്തമായ സ്ത്രീ മാതൃക സുമിത്ര തന്നെയാണ്. സുമിത്രയുടെ സഹനവും സംസ്കാരവും ക്ഷമയും ഒക്കെയാണ് കൂടുതൽ അന്തചിത്രങ്ങൾ ദശരഥന്റെ അയോധ്യയിൽ ഉണ്ടാകാതിരിക്കാൻ കാരണം എന്നുകൂടി പറയാം. സുമിത്രയെക്കുറിച്ച്, സുമിത്രയുടെ ത്യാഗങ്ങളെക്കുറിച്ച്, സുമിത്രയുടെ മക്കളായ ലക്ഷ്മണനെയും ശത്രുഘ്നെയും കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത്? ഇവരെ കുറിച്ചുള്ള കൂടുതൽ കഥകൾ, സുമിത്രയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഇവിടെ കമന്റ് ബോക്സിൽ പറയും.